ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിലെല്ലാം ആത്മാവിൽ നയിച്ച് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നമ്മളെ തന്നെ വിശദീകരണം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൂടെ ഒട്ടിച്ചേരുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തേടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇരിക്കുകയായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, ഏതെല്ലാം വിധത്തിൽ ബലഹീനമായിക്കോട്ടെ, ഏതെല്ലാം വിധത്തില് നമുക്ക് പ്രാർത്ഥനയിൽ മടിപ്പ് തോന്നി പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസരങ്ങളായിക്കോട്ടെ, യെശയ്യായുടെ പ്രവാചകൻ 40-ാം അധ്യായം 31-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ പെന്തക്കോസ്ത അഭിഷേക ദിവസത്തിന് ഇന്ന് പ്രത്യേകമായി പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന വചനമാണ് യെശയ്യാ പ്രവാചകൻ 40:31 തിരുവാക്യം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. അപ്പസ്തോലന്മാർ അവർക്ക് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. നമ്മളും ഇതാ അപ്പസ്തോലന്മാർക്ക് ലഭിച്ചതുപോലെ ഒരു പെന്തക്കോസ്ത അനുഭവം നമുക്കും ലഭിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ, തീഷ്ണതയോടെ, കൊതിയോടെ, വിശ്വാസത്തോടെ കാത്തിരിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 8-ാം അധ്യായം 17-ാം തിരുവചനം. അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 8-ാം അധ്യായം 17-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നു. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പസ്തോലന്മാര് ഇതാ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. കൈവെപ്പിൽ കൂടെ അവരത് സ്വീകരിച്ചു. അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ സിമിയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്ക് തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തട്ടുകൾ നിന്നോട് കൂടെ നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വാമോഹിച്ചു. നമ്മുടെ ജീവിതത്തില് പലപ്പോഴും വളരെ ഈസി ആയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ നേടുവാൻ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട്, അത് അറിവില്ലാതെ, തിരിച്ചറിയാതെ നമ്മളിതാ ഈ ദിവസങ്ങളില് നമ്മുടെ കുടുംബത്തില്, മക്കളിലെ എല്ലാം, നമ്മളുടെ പെരുമാറ്റത്തിലെല്ലാം ഒരു ലെവലിസം മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വചനം അതില് ആപ്റ്റാണ്. പൈസ കൊടുത്തു അല്ലെങ്കിൽ ഒരാളെ സോപ്പിട്ടുകൊണ്ടോ ഐസിട്ടുകൊണ്ടോ പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല. ആത്മനിയന്ത്രണത്തോടെ, ആത്മശോധനയോടെ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആ കൂദാശകളിലേക്ക് വഴി കർത്താവ് പറഞ്ഞ വചനത്തെ അനുസരിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ, നിഷ്കളങ്ക പ്രാർത്ഥനയോടെ, ആത്മാർത്ഥ പ്രാർത്ഥനയോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാർ കടന്നു വന്നതുപോലെ നമ്മുടെ മേൽ കടന്നു വരും. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 10-ാം അധ്യായം 44-ാം തിരുവചനം നമുക്ക് എടുത്തു വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളില് 10-ാം അധ്യായത്തില് 44 തിരുവചനം നമ്മൾ ഇങ്ങനെ പറയുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ മേൽ
വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് കാറ്റായി, ദൈവശക്തിയായി, റൂഹയായി കടന്നു വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ വലിയ ഒരു സന്തോഷം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു ധൈര്യം കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 40-ാം അധ്യായത്തില് 31-ാം തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല. നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷീണം, തളർന്നു പോകൽ, മൂഡ് ഓഫ്, ഇതൊന്നും പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മളങ്ങനെ കൊതിച്ച് ദാഹിക്കണം. അന്നേരം ഇത് വന്ന് നിറയുമ്പോൾ നമുക്ക് കഴുകന്മാരെ പോലെ പിടിച്ചുയരുവാൻ സാധിക്കും. യാതനകളുടെ, നമ്മുടെ കഷ്ടങ്ങളുടെ ആഹ്ലാദത്തോടെ പരിശുദ്ധാത്മാവ് കടന്നു പോകുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. അത് പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തില് 40-ഉം 41-ഉം വചനം, പരിശുദ്ധ 5, 40, 41 വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞുപോയി, എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. നമ്മുടെ ഉള്ളിൽ ജീവിതയാത്രയിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ നമുക്കും ഇതുപോലെ പറയാൻ സാധിക്കണം. യേശുവിനെ വിട്ടുകൊടുക്കാതെ, യേശുവിൽ നിന്നും മാറിപ്പോകാതെ നമുക്ക് പറയാൻ സാധിക്കണം. പരിശുദ്ധാത്മാവ് നിറയാതെ ഇത് പറയുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് നിറയാതെ ഇത് പറയുവാൻ സാധ്യമല്ല. അപ്പോസ്തലന്മാര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ 5-ാം അധ്യായം 42-ാം തിരുവചനം അതിന് പറയുന്നത്: എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു എന്നുള്ളതാണ്. ബുദ്ധിതലത്തിലെ പരിശുദ്ധാത്മാവ് വന്നു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അത് താൽക്കാലികമായി നിന്ന് ആ നിയോഗങ്ങളെല്ലാം, അതിന് ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് പരിശുദ്ധാത്മാവ് അവിടുന്ന് പോയി. എന്നാൽ പുതിയ നിയമത്തില് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ചങ്കിലാണ് പരിശുദ്ധാത്മാവ്, അകത്താണ്. നിനക്കൊന്നും സാധിക്കില്ല, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എന്ന് നീ പറയരുത്. ബിക്കോസ് നിന്റെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും കൃപകളും നിനക്കറിയാം. അതെല്ലാം നിറഞ്ഞുകൊണ്ട് നീ മറ്റുള്ളവരോട് പെരുമാറുന്നതും നിന്റെ സ്വഭാവ ദൂഷ്യത്തിൽ നിന്ന് നീ മാറി പോകുന്നതുമെല്ലാം പരിശുദ്ധാത്മാവിന്റെ കൃപയനുസരിച്ചാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തനുസരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപ്പസ്തോല പ്രവർത്തനങ്ങളില് വായിക്കുന്നത് പോലെ, അപ്പസ്തോലന്മാരോട് വന്നതുപോലെ നമ്മുടെ മേലും പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആക്ച്വലി ഈ ദിവസത്തില് എൻ്റെ ജീവിതത്തില് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് വിശുദ്ധന്മാരുടെ മേൽ വന്നു. അതുപോലെ തന്നെ
മാതാവിന്റെ മേൽ വന്നു, കർത്താവിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് കടന്നു വന്നതെല്ലാം നമുക്ക് കണ്ടു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിത്വമാണ് മനസ്സിലാക്കി. ഈ ദിവസങ്ങളില് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ വഴി തെളിച്ചു, എങ്ങനെ അത്ഭുതം നടത്തി തരുന്നു, എങ്ങനെ രോഗശാന്തി നടത്തുന്നു, എല്ലാം നമ്മൾ അറിഞ്ഞു വചനത്തിൽ കൂടെ. ഞാന് ഈ പെന്തക്കോസ്ത ദിനത്തില് ഒരു അഭിഷേകം കിട്ടി, അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ വലിയൊരു കാര്യം നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്താൻ ഞാൻ എന്റെ സാക്ഷ്യം പറയാം. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരണമെങ്കിൽ യേശുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. യേശുവിന്റെ കൂടെ ആത്മാർത്ഥമായിട്ടിരിക്കണം. മെന്റലി നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നിന്നാൽ നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ അറിയാതെ ജഡത്തിലാവും. ഒരാളെ കണ്ടാൽ അവനെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അവനോട് ക്ഷമിക്കുവാൻ സാധിക്കില്ല, അവനെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. ഇനി ഇഷ്ടപ്പെട്ട ആള് വരുമ്പോൾ നമുക്ക് അവനോട് വേണ്ട വിധം മിങ്കിൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വേറൊരു വിഭാഗത്തിൽ വന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് തെരഞ്ഞെടുത്തത്. ആദ്യം 1994 ദിവ്യൻ ധ്യാന മന്ദിരത്തിൽ ഒരു അമ്മ എന്നെ അവിടെ കൊണ്ടുവരുമ്പോൾ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇത് കത്തോലിക്കയാണോ, ഇത് പള്ളിയാണോ, ധ്യാനമന്ദിരമാണോ, ക്രിസ്ത്യാനിയാണോ, ഒന്നും എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ആകപ്പാടറിയാം, ഞാനൊരു പച്ചയായ തമിഴ് ബ്രാഹ്മണനാണ്. എനിക്ക് വേണ്ട ഡിഗ്നിറ്റി ഉണ്ട്, എനിക്ക് വേണ്ട കോംപ്ലക്സ് ഉണ്ട്, എനിക്ക് വേണ്ട ജാതി സ്പിരിറ്റും ഉണ്ട്. ഞങ്ങളാണ് വലിയ ആൾക്കാർ, ഞങ്ങൾക്കാണ് നല്ല ബുദ്ധി എന്നുള്ള തോന്നൽ. എല്ലാവരും പറഞ്ഞു ബ്രാഹ്മിൺസ് അല്ലേ, അയ്യങ്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു തലഖനം. അങ്ങനെയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ആരാണ് ഹോളി സ്പിരിറ്റ്, എന്താണ് പരിശുദ്ധാത്മാവ് ഒന്നും എനിക്കറിയില്ല. യേശു ആരാണെന്ന് പോലും എനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, 1994 ജൂൺ മാസം ദിവ്യൻ ധ്യാന മന്ദിരത്തിലെ അവസാനത്തെ ബെഞ്ചില് ഞാൻ ഇരിക്കുമ്പോൾ അവിടുത്തെ ക്ലാസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ക്ലാസ് ആയിരുന്നു. അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാനച്ഛനാണ്. ഡോക്ടർ അഗസ്റ്റിൻ വെല്ലൂരാനച്ഛൻ പറഞ്ഞു, അന്ന് എനിക്ക് മലയാളം അത്ര ശരിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആദ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞു. മലയാളത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ള സകല കാര്യങ്ങളും നിങ്ങൾ സമർപ്പണം ചെയ്യണം, പൂർണ്ണ സമർപ്പണം ചെയ്യണം. എനിക്കൊന്നും മനസ്സിലായില്ല. ഇന്നും പലർക്കും മനസ്സിലാവുന്നില്ല. അതുപോലെ ഞാനും ഇരുന്നു. എന്നാല് അച്ഛൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നു, ഇഫ് യു വാണ്ട് ടു റിയലി എൻജോയ് ഹോളി സ്പിരിറ്റ് യു ഹാവ് ടു സറണ്ടർ എവറിഥിങ്. അതിന് ചെവിയിലേക്ക് കടന്നു വന്നു. അപ്പൊ എന്താണ് പരിശുദ്ധാത്മാവ്? വാട്ട് ഈസ് ദിസ് ഹോളി സ്പിരിറ്റ്? ഞാൻ മനസ്സുകൊണ്ട് ഒരു സെക്കൻഡ് ചിന്തിക്കുകയാണ്. ഐ വാണ്ട് ടു നോ about this Holy Spirit. I don't know who is Jesus. എനിക്കറിയില്ലായിരുന്നു. And who is the Holy Spirit? I don't know. I'm not aware that. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, close your eyes and you surrender everything to Holy Spirit. When your Holy Spirit come, then you are enjoy എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം, എനിക്ക് പൂർണ്ണവരുണ്ട്, എൻ്റെ കയ്യിൽ ജാതകമുണ്ട്. അപ്പൊ എനിക്കറിയാം ഞാനൊരു ബ്രാഹ്മണനാണ്. അപ്പൊ ചുറ്റുപാടും എന്നെ അറിയില്ല, എനിക്കും അവരറിയത്തില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ ഒന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ പരിശോധിക്കാന്നല്ല, അറിയാം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ചെറിയൊരു ചിന്ന ആശ മനസ്സിൽ ചിന്തിച്ചു.
പ്രിയപ്പെട്ടവരെ, ഞാനത് ചിന്തിച്ച് അച്ഛൻ പറയുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് നേരെ വരുന്ന ബക്കറ്റിൽ ഇടുക. സിഗരറ്റ്, ബീഡി, നക്ഷത്രം, ജാതകം, പൂണോൽ, അരുണാചരട്, കെട്ടുകള്, മന്ത്രച്ചരട്, ഇതെല്ലാം ആ ബക്കറ്റിൽ ഇടാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ പൂണോൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്ത കാശ് ആ പൂണോൽ, ഉപനയനം എന്ന് പറയുമ്പോൾ സാൻസ്ക്രിറ്റ് വേർഡാണ്, അതില് അത്രയും പൈസ ചെലവാക്കി ഇടുന്നതാണ്. അതിന് ആ പൂണോല ഊരി ഇട്ട് കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി പോലെയാണ്. എന്നാലും ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ മന്ത്രിച്ചു പറഞ്ഞു, എന്നെ ആർക്കും ഇവിടെ അറിയില്ല, എനിക്കും ആരെയും അറിയില്ല, ഭാഷയും അറിയില്ല. ഈ പൂണോലിട്ടിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ അത് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഐ ഡോണ്ട് നോ ഇപ്പോഴല്ല, അന്ന് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നേരെ വന്ന ബക്കറ്റിന്റെ നേരെ ഈ പൂണോലും ജാതകവും എല്ലാം സങ്കടപ്പെട്ട് ഞാൻ അതിലിട്ടു. ഇട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ക്ലോസ് യുവർ ഐസ് എന്ന് പറഞ്ഞു. ഞാൻ കണ്ണുകൾ അടച്ചതേ അറിയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുകളെ ഞാൻ അടച്ചപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം പരിശുദ്ധാത്മാവിനെ അറിയണമെന്ന് ചിന്തിച്ചപ്പോൾ, അതൊരു തീഷ്ണതയോട് ചിന്തിച്ചപ്പോൾ, ആ കൊതിയോട് ചിന്തിച്ചപ്പോൾ, ആഗ്രഹത്തോടെ ചിന്തിച്ചപ്പോൾ, എന്താണെന്ന് പോലും അറിയാത്ത പരിശുദ്ധാത്മാവിനെ എനിക്ക് അറിയണം, പരിശുദ്ധാത്മാവിനെ എനിക്ക് മനസ്സിലാക്കണം, എന്താണെന്ന് പോലും അറിയാതെ അന്ന് ഞാൻ ചിന്തിച്ച നിമിഷം എൻ്റെ കണ്ണുകൾ അടച്ചപ്പോൾ ഞാൻ കാണുന്നത് എന്റെ തലയ്ക്ക് ചുറ്റും ഒരു അഗ്നി വന്ന് നിറയുന്നതാണ്. അഗ്നി വന്നിങ്ങനെ നിറയുന്നു. അതിനപ്പുറം പെട്ടെന്ന് എന്റെ മേലെല്ലാം ഒരു ഷോക്ക് അടിക്കുന്നു. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് എന്തെല്ലാമോ പറയുന്നുണ്ട്. നോക്കിയപ്പോൾ അവിടെ ഒരുപാട് അന്നത്തെ ദിവസം ഒരു 7,500 ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഞാൻ മാത്രം കൈപൊക്കി എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ഇത് the first day of 1994 June month and second week, ഞാനിതിനെ എന്ത് പ്രാർത്ഥിക്കുകയാണോ സ്തുതിക്കുകയാണോ ഐ ഡോണ്ട് നോ. ഈ കത്തിജ്വലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി എന്റെ മണ്ടയിൽ കൂടെ ഇറങ്ങി എന്നെ പുതിയ സൃഷ്ടിയാക്കി. എന്റെ നാവിൽ കൂടെ പല ഭാഷകൾ കടന്നു വരാൻ തുടങ്ങി. എനിക്കറിയില്ലായിരുന്നു അത് ഭാഷാപരനാണെന്ന്, ദൈവത്തിനോട് സംസാരിക്കുന്ന ഭാഷാപരനാണെന്ന് എനിക്കറിയില്ല, അന്നറിയില്ല. അന്ന് ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ, എന്റെ മേൽ മുഴുവൻ കടന്നു വന്നപ്പോൾ, അഗ്നി ജ്വലിച്ചപ്പോൾ, ഞാൻ ഷോക്കടിച്ചപ്പോൾ എന്റെ നാവിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ കടന്നു വന്നു. അതിങ്ങനെയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ വിളിച്ചു പറയുന്നേ. അതിനുശേഷം എന്തെന്നില്ലാത്ത സന്തോഷം, എന്തെന്നില്ലാത്ത ധൈര്യം. ഒരാളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് പറ്റത്തില്ല, ഒരാളോട് സംസാരിക്കില്ല, ഞാൻ ആരെയും മിണ്ടാനോ സംസാരിക്കാനോ പോകത്തില്ല. സ്വതവേ അങ്ങനെയാണ് നാച്ചുറൽ. എനിക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ, ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ് എന്റെ മേൽ, പാവിയായി എന്റെ മേൽ ഇതാ കടന്നു വന്നപ്പോൾ, അഗ്നിയായി കത്തി ജലിക്കുന്ന ഈ പെന്തക്കോസ്ത അനുഭവം ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ 26 വർഷം കർത്താവ് എന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ കർത്താവ് ഇങ്ങനെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടു പോകുകയാണ്. ആ സന്തോഷവും ആ ധൈര്യവും, എവിടെ എപ്പോൾ എങ്ങനെ എന്ത് സംസാരിക്കണമെന്നും യാതൊരു വിധത്തിലും ഒരു കേടുപാടുമില്ലാതെ ഹോളി സ്പിരിറ്റ്
എന്നെ ബലഹീനതയിൽ എന്നെ കൊണ്ടുപോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പെന്തക്കോസ്ത് തിരുനാളിന് സെന്റ് ഫോസ്റ്റീനായ്ക്ക് കർത്താവ് കൊടുത്തതുപോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളമ്പി തരികയാണ്, നിറച്ച് തരികയാണ്, ഫ്രീ ആയിട്ട് തരികയാണ്. നീ ആഗ്രഹിച്ചാൽ മതി, നീ കൊതിച്ചാ മതി, നീ തീഷ്ണതയോടെ വിശ്വസിച്ചാൽ മതി, കർത്താവിന്റെ കൂടെ നിന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എവിടെ നിന്നാണ് വരുന്നത്, എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്, ആരാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. കാറ്റിനെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും, കാറ്റിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, കാണാൻ പറ്റില്ല. എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ, ത്രിയേക ദൈവത്തിന്റെ ഒരു വ്യക്തിയായ നമുക്ക് ബലഹീനതയിൽ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് അപേക്ഷിച്ച് ഇതാ നമുക്ക് വേണ്ടി മേടിച്ചു തന്ന യേശുനാഥൻ, ഇതാ രക്ഷകൻ, പരിപാലകൻ, നമുക്ക് വേണ്ടി സ്നേഹം നിറച്ചു തന്നിട്ടുള്ള ബലഹീനതയിലെ നമ്മളെ ശക്തിപ്പെടുത്തുവാൻ, നമ്മളെ ഉയർത്തുവാൻ, നമ്മൾ പിടിച്ചു നിർത്തുവാൻ തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഒരിക്കലും വേദനിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. ബാപ്റ്റിസം, മാമോദിസ വഴി പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടി. അത് ഒരു 1-ാം ക്ലാസ്സിലാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് ഒരു കടുകുമണി പോലെ ഉള്ളിൽ പോയി. അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മളുടെ ആഗ്രഹവും നമ്മുടെ തീഷ്ണതയും നമ്മുടെ വിശ്വാസവുമാണ് അതിലേക്ക് കൂട്ടുമുതലായിട്ടിടേണ്ടത്. ബാങ്കിൽ ഒരു 5 രൂപ ഇട്ടാൽ 5 രൂപയായിട്ട് കിടക്കും. അത് 50 രൂപയാണെങ്കിൽ വീണ്ടും പ്രവർത്തിച്ച് അതിലിടണം. അത് 500 ആണെങ്കിൽ വീണ്ടും ഇടണം, 200 ആണെങ്കിൽ വീണ്ടും ഇടണം. എന്നതുപോലെ പരിശുദ്ധാത്മാവ് മാമോദിസ വഴി നമുക്ക് കിട്ടുമ്പോൾ, പ്രാർത്ഥന വഴി, പേഴ്സണൽ പ്രയർ വഴി, ആരാധന വഴി, കൂദാസകൾ വഴി, ഇതാ ബലിയർപ്പണം വഴി നമ്മളിങ്ങനെ അഭിഷേകം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റടിക്ക് പോയാൽ ഒരു അഭിഷേകം കിട്ടുകയില്ല. ഇങ്ങനെ കൂട്ടി 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 വരികയാണ്. ആ തക്ക സമയത്ത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവം നിന്നെ കൊണ്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങനെ ഒരുപാട് 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 അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നടത്തി വരുന്നു. ഒരുപാട് നമ്മൾ ചോദിച്ചതുപോലെ ദൈവം തരും, അളന്നു തരും. നമുക്ക് എന്തെല്ലാം തൊടാൻ പറ്റും, നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയുകയാണ്, ഇനി ബലിയർപ്പിക്കുമ്പോൾ നല്ലൊരു കുമ്പസാരം ചെയ്തുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് വൈദികൻ പറയുന്ന സമയത്ത് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പരിശുദ്ധ രൂപി വരുന്ന നമ്മളെ ടച്ച് ചെയ്യണം നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ കോരിധരിക്കും, നമുക്ക് ചൂട് പോലെ തോന്നും, നമ്മുടെ ഉള്ളിലെല്ലാം കുളിർമ തോന്നും, പുതിയൊരു ചൈതന്യം കിട്ടും, നമുക്ക് പുതിയൊരു ജ്ഞാനം കിട്ടും, അറിവ് കിട്ടും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമുക്ക് എന്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ആരോടും ചോദിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു. ഞാൻ ബലിയർപ്പണത്തിൽ കർത്താവിനോട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് അറിയില്ല. കർത്താവ് പരിശുദ്ധാത്മാവിനയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പെന്തക്കോസ്ത് ദിനത്തില്, ഈ മണിക്കൂറുകളില് നമുക്ക് നമ്മുടെ ദൈവം തന്ന കണ്ണുകളെ അടയ്ക്കാം. ഇതാ നമ്മുടെ നാവുകൾ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാം. നമ്മുടെ കൈകൾ ഉയരട്ടെ. ഈ പെന്തക്കോസ്ത് തിരുനാളിന്റെ കർത്താവിന്റെ ഈ സ്തുതിപ്പ് ദിവസങ്ങളിലെ, ഈ സ്തുതിപ്പ് നാളുകളില് വലിയ അഭിഷേകം, കർത്താവിന്റെ അഭിഷേകം കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ബുദ്ധിതലത്തിന്റെ മേൽ, നമ്മുടെ ചിന്തകളിൽ മേൽ, നമ്മുടെ ഭവനത്തിന്റെ മേൽ, നമ്മൾ പോകുന്നിടത്തെല്ലാം പരിശുദ്ധാരൂപി കടന്നു വരുവാൻ വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഗ്ലോറി 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 ഗ്ലോറി. യേശുവേ യേശുവേ, കത്തോലിക്ക തിരുസഭയെ പടുത്തുയർത്തുവാൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തതുപോലെ ഇന്നും ശക്തമായി പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യത്തിന്റെ ആ ശക്തമായുള്ള പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആമേൻ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അമ്മേ മാതാവേ, പരിശുദ്ധ കന്യാമറിയമേ, ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചിരിക്കുന്ന നല്ല തായെ, ഞങ്ങളുടെ കുടുംബത്തെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മേൽ കടന്നു വന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾ അനുഭവിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ സകലവിധമായിട്ടുള്ള ജീവിത രീതിയെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ ബലഹീനതയിൽ ദുർബലതയിൽ എല്ലാം കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ അപേക്ഷിക്കണമേ. ആമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.